ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങിയതാണ്. കുറേ ദിവസമായി ഇറങ്ങിയിട്ട്. അപ്പോൾ നല്ല പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്. നമ്മൾ പഴക്കോലുണ്ട് വെട്ടാൻ. കുറേ ദിവസമായി ഇങ്ങനെ വെട്ടണം വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ വവ്വാലിനെ കണ്ടപ്പോൾ ഒറ്റ പാച്ചിൽ പറന്ന് പോയിട്ടാണ്. അവൻ പോയപ്പോൾ ഉണ്ട് പഴക്കൊലാകെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വെട്ടാനായ പഴക്കൊല കേട്ടാ. എന്താണ്, 2 പടല നമ്മളെ വവ്വാൽ തിന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കണ്ടീനി ആ പഴുത്തത്. അതിമൊന്നൊരു കുഴപ്പമില്ലേനി കേട്ടാ. ലാസ്റ്റിക്കാണ് അവൻ വന്ന് കടിച്ച് പോയത് ഫുള്ള്. നമ്മൾ മൈലാഞ്ചി കൊമ്പൊക്കെ പുല്ലിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കാണില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, അവിടെയുള്ള പുല്ലുകളൊക്കെ ഒന്ന് ആ കത്തിയിട്ടൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. ആ കത്തിയിട്ടൊക്കെ ഒഴിവാക്കുന്ന പരിപാടി. അതിൽ പിന്നെ എന്ത് ചെയ്തു, വാഴൻ്റെ തണ്ടുണ്ടല്ലോ, അത് പിടിച്ച് ഇങ്ങനെ വലിക്കണം. കുറച്ചിങ്ങോട്ട് പോന്നോട്ട് ചോദിച്ചാൽ കാട്ടിക്കണ്ട് പുല്ല് കാട്ടിക്കണ്ട് ഇറങ്ങണ്ട. എന്തെങ്കിലും പാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കുത്തിയിൽ അറിയില്ലല്ലോ വിചാരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. പുല്ല് കാട്ടിനുള്ളിലൊക്കെ നിറച്ച് പാമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, പറയാൻ പറ്റില്ല. അതിൻ്റെ മുന്നേ ഞാൻ അവിടെ നിന്നൊരു പാമ്പിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടി എന്താ കത്തി മൂർച്ചില്ലല്ലോ, മൂർച്ച കുറവാണ്. പണ്ടില്ല പടല കണ്ടില്ല, അതൊക്കെ വവ്വാൽ കടിച്ച് തിന്നതാണ് കേട്ടോ. ഞങ്ങൾ കത്തി കണ്ട ആരും പേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന കത്തിയാണ്. വിത്തുകളോ ചെടികളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇങ്ങനെ എന്താണ് കുഴിച്ചിടേണ്ട കത്തിയുണ്ട. നമ്മൾ വിത്തുകളൊക്കെ നമ്മൾ ചെറിയ ഇതാക്കിയാണ് കുഴിച്ചിട്ടില്ല. അതിനപ്പോൾ നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന കത്തിയാണ്. അപ്പോൾ ഒന്നാരും കണ്ട് പേടിക്കേണ്ട കത്തിയുണ്ട്. മൂർച്ചം കുറവാണ്. കുറേ കണ്ട് വലിച്ച് കിട്ടണില്ല കേട്ടോ. പിന്നെ ലാസ്യക്കുട്ടൻ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നും വെച്ച് നിങ്ങളിവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓന് പഴക്കൊലം കണ്ടത് വാണ്ടം വെച്ചേ ചീച്ചിയാണ് പറഞ്ഞത്. ഇത് നല്ല കഴുകിയ വൃത്തിയാവുന്നതാണ്. അപ്പോൾ ലാസ്യക്കുട്ടൻ കേട്ടോ നമുക്ക് ഇപ്പം വീഡിയോ എടുത്ത് തന്നെ ഫസ്റ്റ് ഞാൻ തന്നെ എടുത്തിരുന്നത് ഒരു കൈയായിട്ട്. അപ്പോൾ ലാസ്യക്കുട്ടൻ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് ഇതൊക്കെ വെട്ടി ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് സൂപ്പർ പഴക്കൊലാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വലൊക്കെ കടിച്ചത് നമ്മൾ സൂപ്പർ പഴാക്കി കൊടുത്തിട്ട് അവനക്ക് അതൊക്കെ അവിടെ ചെത്തി ഒഴിവാക്കി കൊടുത്ത്. അപ്പോൾ ഓൻ തന്നെ എന്നോട് പറയുന്നത് നമുക്ക് കഴുകല്ലേന്ന്. ആ കഴുകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ല വെള്ളമൊക്കെ ഒഴിച്ചു, നല്ല പൈപ്പായിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ നല്ല ശക്തിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഓരോ പഴയും പിടിച്ചിട്ടാണ് കഴിക്കണത്. ഇനി ഇനിയൊരു പ്രശ്നം വേണ്ട വിചാരിച്ചുകൊണ്ട് നല്ല വൃത്തിയാക്കിയിട്ട് കഴിയിട്ട്. അപ്പോൾ ലാസ്റ്റിനോട് പറഞ്ഞ സൂപ്പറായില്ലല്ലേ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് താഴത്തെ പഴത്തിൻ്റെ അവിടെ നിന്ന് മതിട്ടാന്ന് എന്നോട് പറയുന്നുണ്ട്. അവർക്ക് മേലത്തെ പഴം കഴിക്കാൻ അവിടെ നിന്ന് നമ്മൾ ചെത്തി ഒഴിവാക്കി തന്നെ സോപ്പിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൈയാണ് സോപ്പിട്ട് കഴിക്കണമെന്ന് അവനോട് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴക്കൊല്ലം സോപ്പിട്ട് കഴിക്കേണ്ടത് ശരിയല്ല, പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ വരില്ല. അപ്പോൾ ലാസ്റ്റിക്കൂട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ കാണിച്ചു കൊടുത്ത് സൂപ്പറായില്ലേന്ന് വെച്ച്. അപ്പം പറഞ്ഞാൽ സൂപ്പറായിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ കൊതുക് കടിച്ചു. ആ ടൈമാണ് കൊതുകിൻ്റെ